അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, ഇനി നാം പ്രധാനപ്പെട്ട ഒരു 3 അമലുകൾ മരിക്കുന്നതിന് മുമ്പ് നാം ചെയ്തു വെക്കുക. ആരും അറിയാതെ, നമ്മുടെ സ്വന്തം ഭാര്യ പോലും അറിയാതെ നാം ഇത് ചെയ്തു വെച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്, സ്വർഗം നേടുക എന്നുള്ളത്. സ്വർഗം നേടില്ലെങ്കിൽ ഈ ദുനിയാവിന് വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരും അറിയാതെ ഈ 3 അമൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് മരിക്കുമെന്നറിയില്ല. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ നാം ഇതിനൊരു തുടക്കം കുറിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ 3 അമല് പ്രതി ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന അമലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്താലും അതിന്റെ ഫലം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നാം ചെയ്യുന്ന ഒരു അമലും ആരും അറിയാതിരിക്കുക. കാരണം ചെയ്യുന്ന പ്രതി ഒരു അമലും, നമ്മുടെ അവസ്ഥ ഇപ്പൊ എന്താ അറിയോ, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് മറ്റുള്ളവർ അറിഞ്ഞാൽ തന്നെ, കാരണം ശൈത്താൻ മറ്റുള്ളവരോട് അതിനെ പറയിക്കാൻ നമ്മെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രയത്നം നടത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ പണ്ട് കാലത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ഞാൻ ഇന്ന സംഘടനയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, ഞാൻ എന്താണ് നിനക്ക് പറയാനുള്ളത്? നീ ചെയ്ത പ്രവർത്തനം ചെയ്തതിന്റെ ശേഷം അതിനോടൊരു ഭയമാണ് നിനക്ക് വേണ്ടത്. അള്ളാഹു സ്വീകരിക്കുമോ, അള്ളാഹുവിന്റെ കബൂലിയത്ത് കിട്ടുമോ? അതല്ലേ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരു സ്ഥലത്ത് പ്രളയമുണ്ടായി എവിടെ ഓടിപ്പോയി സഹായിച്ചു, അല്ല മറ്റൊന്നുള്ള സംഘടന പ്രവർത്തനങ്ങൾ നാം ചെയ്യുമ്പോൾ പെട്ടെന്നത് ചെയ്തപ്പോൾ അതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാള് അതിനു വേണ്ടി നമ്മളുടെ എന്തെങ്കിലും ഒന്ന് നൽകിയാൽ, അംഗീകാരം നൽകിയാൽ, അതാ പിറ്റേന്ന് മൊത്തം സ്റ്റാറ്റസിലൊക്കെ വന്നു. അർഹതക്കുള്ള അംഗീകാരമാണിത്. എന്ത് അർഹതയാണ് നിനക്കുള്ളത്? നിനക്കല്ലാവോ ആഫിയത്ത്, ആരോഗ്യം തന്നു, അതിനുവേണ്ടി നീ നന്ദി പ്രകടിപ്പിക്കാൻ നിന്റെ ബാധ്യതയാണ്. നീ അത് സ്റ്റാറ്റസിലൊക്കെ ഇട്ടത് കൊണ്ട് നിനക്ക് വലിയ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. നീ ചെയ്ത പ്രവർത്തനം എല്ലാം നിഷ്ഫലമായി പോവുകയാണ്. അതുകൊണ്ട് ചില മജ്‌ലിസിലൊക്കെ പോയാൽ കാണാം, എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നാമത്തെ അമൽ എന്നുള്ളത് 70,000 തഹ്ലീൽ നാം സ്വയം ചൊല്ലിവെക്കുക എന്നുള്ളതാണ്. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മരിക്കുന്നതിന് മുമ്പ് 70,000 നാം ചൊല്ലിവെക്കുക. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരും അറിയാതെ ചൊല്ലണം, ഒരാളും പോലും അറിയരുത്. നാം ചൊല്ലിവെക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാം പള്ളിയിൽ നിന്ന് ഇപ്പോ നമ്മുടെ മഹല്ലത്ത് ഖത്തീബായിരിക്കുമോ പല വീടുകളിലേക്ക് പോകും. അപ്പൊ ദ്വാരക്കുന്ന സമയത്ത് വരും, എന്നിട്ട് പറയും, ജ്യേഷ്ഠൻ്റെത് ഒരു 70,000 തഹ്ലീല്, പിന്നെ ഉമ്മാൻ്റെത് എത്രയാണ്, പിന്നെ വല്ലിപ്പ, ഇങ്ങനെ ഓരോ തഹ്ലീല് പറഞ്ഞിട്ടുണ്ട്. അത് അധികം ചെയ്യണമെന്ന്. എന്തിനാണ് ഇതൊക്കെ പറയണമെന്ന്? നിങ്ങൾ തന്നെ അധികം ചെയ്താൽ ഖബറിലേക്ക് എത്തൂലേ? നാം തന്നെ ആരും അറിയാതെ ചെയ്തു വെക്കണം, നാം തന്നെ ആരും അറിയാതെ അധികം വെക്കണം. അള്ളാഹു ഇതെല്ലാം കൃത്യമായി കാണുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഖത്തീബായ നമുക്കവിടെ മറന്നുപോയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഉസ്താദ് നിങ്ങൾ ദുആ ചെയ്തില്ല, എന്തുകൊണ്ട് മറന്നുപോയി, അതുകൊണ്ട് വലിയൊരു വിഷയമായി മാറും. ഒരിക്കലും നാം അങ്ങനെ ആയി പോകരുത്. നാം ചെയ്യുന്ന അമലുകൾ രഹസ്യമായി കൂടുതൽ ചെയ്യുക. ചില ആളുകൾ സ്വർഗത്തിലെത്തിയിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. മലക്കുകൾ പോലെ അവിടെ ചോദിക്കും, നിങ്ങൾ എങ്ങനെ സ്വർഗത്തിൽ, നിങ്ങൾ ഹിസാബ് കണ്ടില്ലേ, നിങ്ങൾ സുറാത്ത് പാലം കണ്ടില്ലേ, ഒന്നും കണ്ടില്ല, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ മലക്കുകളോട് പറയും, ഞങ്ങളെല്ലാവരും രഹസ്യമായി അമൽ ചെയ്തു, അള്ളാഹു നിങ്ങളെ രഹസ്യമായി സ്വർഗത്തിലേക്ക് എത്തിച്ചു. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മരിക്കുന്നതിന് മുമ്പ് ധാരാളമായി തഹ്ലീലുകൾ ചൊല്ലുക. നേതാക്കന്മാർക്ക് പോലും ഇന്ന് സ്റ്റാറ്റസിലൊക്കെ വന്നില്ലെങ്കിൽ അത് വലിയ പരാതിയാണ്. പിന്നെ അനുയായികളുടെ അവസ്ഥ എന്തായിരിക്കും? നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അംഗീകാരം കിട്ടുമ്പോൾ, ഒരു 10 ആൾ കണ്ടു എന്ന് നമ്മുടെ മനസ്സിൽ തോന്നലോടുകൂടി നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന അമലുകളൊക്കെ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അർഹതക്കുള്ള അംഗീകാരം അള്ളാഹു നൽകണം. അതായിരിക്കണം നമ്മുടെ അംഗീകാരം എന്നുള്ളത്. അള്ളാഹുവിനടുക്കുള്ള അംഗീകാരം കിട്ടണം. നാം ചെയ്ത ഒരു പ്രവർത്തന ശേഷം നമുക്ക് വല്ലാത്ത ഭയം വേണം. അള്ളാഹ് ഇത് കബൂലാക്കുമോ? അള്ളാഹുവിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അങ്ങനെയായിരുന്നല്ലോ റമദാൻ കിട്ടാൻ വേണ്ടി 6 മാസം മുമ്പും പ്രാർത്ഥിക്കും മഹാരഥന്മാർ.
റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം പ്രാർത്ഥിക്കും, അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കും റഹ്മാനെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ശൈത്താൻ എപ്പോഴും ചെയ്ത പ്രവർത്തനങ്ങൾ മറ്റുള്ളവരോട് നമ്മെ കൊണ്ട് പറയിപ്പിച്ച് എങ്ങനെയെങ്കിലും അത് നിഷ്ഫലമാക്കാൻ വേണ്ടി ശൈത്താൻ ഇങ്ങനെ കരുതിയിരിക്കും. ഈ ഒരു മെസ്സേജ് എല്ലാ കുടുംബങ്ങളിലേക്ക് നാം എത്തേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന്. രണ്ടാമത്തെ അമൽ എന്ന് പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി പാരായണം ചെയ്യുക. ധാരാളമായി പാരായണം ചെയ്യുക. 1,00,000 എൻ്റെ പ്രിയപ്പെട്ടവരെ പാരായണം മരിക്കുന്നതിന് മുമ്പ് ചെയ്യണം. ധാരാളം പാരായണം ചെയ്യുന്നവനിക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ, അള്ളാഹുവിന്റെ പരലോകത്തിൽ പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടാകും. അവൻ നരകത്തിലാണെങ്കിലും അള്ളാഹു പറയും, ഇവൻ എന്നെ ധാരാളം പുകഴ്ത്തി പറഞ്ഞവനാണ്, ഇവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. ഒരു 10 തവണ ചൊല്ലിയാൽ തന്നെ സ്വർഗത്തിൽ കൊട്ടാരമുണ്ട് എന്നാണ്. ഒരു സ്വഹാബി എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ്. അവിടുത്തെ ജനങ്ങൾ പരാതി പറഞ്ഞു നബിയോട്, നബിയെ, എല്ലാ നമസ്കാരത്തിൽ ഇയാൾ ഇമാമ് നിൽക്കുന്നുണ്ട്, എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നത്? അതൊരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, നബി, എനിക്ക് ഇഖ്ലാസ് സൂറത്തിനോട് വലിയ ഇഷ്ടമാണ് നബിയെ. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്ത് ഇഖ്ലാസ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. നാം ആരെ ഇഷ്ടപ്പെടുന്നു അവരെ കൂടെ ആയിരിക്കും നാളെ പരലോകത്ത്. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ നാം ഇഷ്ടപ്പെട്ട അവരെ കൂടെ ആയിരിക്കും. അതല്ലാതെ ഏതെങ്കിലും അനാചാരം വൃത്തികെട്ടവും ചെയ്ത് ജീവിക്കുന്നവരെ കൂടെയാണ് നമ്മുടെ കൂട്ടുകെട്ടും, അവരോടാണ് നമുക്ക് താല്പര്യവും ഇഷ്ടമെങ്കിൽ അവരെ കൂടെ ആയിരിക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ആരും അറിയാതെ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് നാം വെക്കുക മരിക്കുന്നതിന് മുമ്പ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്നുള്ള ദിക്ർ ചുരുങ്ങിയതാണ്. എത്ര അറിയോ? ഒരു 1000 പ്രാവശ്യം മരിക്കുന്നതിന് മുമ്പ് നാം ചൊല്ലിവെക്കുക. ഈ 3 അമലുകൾ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അംഗീകാരവും കബൂലിയത്തും നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇത് ചൊല്ലാനുള്ള തൗഫീഖും അള്ളാഹു നൽകുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഫാമിലിയിലെല്ലാം ഇത് ചൊല്ലാൻ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവരിലേക്കും ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ അമലുകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അതിന്റെ പ്രത്യേകമായ കബൂലിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഇത് ചൊല്ലിത്തീർക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.